ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ വന്നിരിക്കുന്ന ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. എക്സാം ഇല്ല, അപേക്ഷാ ഫീസ് ഇല്ല, ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം. തിരക്കേടില്ലാത്ത ശമ്പളമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് എത്രയും വേഗം തന്നെ ഇൻ്റർവ്യൂവിന് ആ ഒരു ഡേറ്റിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ ഉള്ളിൽ ഓഫീസ് അസിസ്റ്റൻറ്റിനെ ഡെയിലി വേജിലാണ് നിയമിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിലാണ്. ഇതിൻ്റെ ഡെയിലി വേജിൽ ബ്രാഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ്. അപ്ലൈ ചെയ്യേണ്ടവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയും അതുപോലെ തന്നെ DTP കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി മാൻഡേറ്ററി ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 59 വയസ്സാണ്. അതിനുള്ളിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കിട്ടുന്ന ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 800 രൂപ പെർ ഡേ ആയിരിക്കും. മാക്സിമം 21,000 രൂപ മാസ വരുമാനമായിട്ടായിരിക്കും നമുക്ക് മാസ ശമ്പളമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. വേക്കൻസി 3 എണ്ണമാണ്. ഇതിന് അപ്പിയർ ചെയ്യേണ്ട ഇന്റർവ്യൂ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നത് 21-ാം തീയതിയാണ്, തേഴ്സ്ഡേ. റിപ്പോർട്ടിംഗ് ടൈം 10 മണിയാണ്. ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പ്രിൻസിപ്പളിന്റെ ചേംബറിലായിരിക്കും, IET-യിൽ. അവിടെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഇനി ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇമെയിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല, പക്ഷെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക. കാരണം 3 പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്റർവ്യൂവിൻ്റെ ടൈമിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഫോട്ടോ കോപ്പീസും വെച്ചിട്ട് വെരിഫിക്കേഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സെലക്ഷൻ കമ്മിറ്റി സ്ക്രീനിങ് ടെസ്റ്റ് ചില കേസിൽ മാത്രം നടത്തും എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ പ്യുവർ ഇന്റർവ്യൂ ബേസ്ഡ് തന്നെയായിരിക്കും കിട്ടുന്നത്. കോൺട്രാക്ട് ബേസിലായിരിക്കും. കോൺട്രാക്ട് ബേസ് ഇപ്പം നമുക്കത് 1 കൊല്ലത്തെ ആയിരിക്കും. അതിനുശേഷം ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരത് എക്സ്റ്റെൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും വേറെ യൂണിവേഴ്സിറ്റിന്നോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും പാസ്സായവരാണെങ്കിൽ അതിൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, ഗവൺമെൻറ് ഇഷ്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ആ ഒരു ഇന്റർവ്യൂവിൻ്റെ ടൈമിൽ ഹാജരാക്കേണ്ടതാണ്. മേൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡിഗ്രിയും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 21-ാം തീയതി ഡയറക്റ്റ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സാമോ ഫീസോ ഒന്നും തന്നെ ഇല്ലാതെ നേരിട്ടുള്ള നിയമനമാണ്. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് എത്രയും വേഗം തന്നെ അറ്റൻഡ് ചെയ്യാട്ടോ ഈ ഒരു പറഞ്ഞ ഡേറ്റിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.